ഹരേ കൃഷ്ണ. വീണ്ടും ഒരു രാമായണം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായിട്ടുള്ള സ്വാഗതം. നമ്മൾ ആരണ്യകാണ്ഡത്തിൻ്റെ അവസാന ഭാഗത്താണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ശ്രീരാമ ലക്ഷ്മണന്മാർ വന്നിട്ട് ജടായുവിനെ കണ്ടുമുട്ടുന്നതും മൃതപ്രായനായിരിക്കുന്ന ജടായു രാവണനോട് ഏറ്റുമുട്ടി പരാജിതനായി വീണ ജടായു തൻ്റെ മരണം കാത്തിരിക്കുന്ന സമയത്തും അവസാനം രാമന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്. എങ്ങനെയാണ് ജടായുവിൻ്റെ ജീവിതം സഫലമായി തീർന്നത് എന്ന് നമ്മൾ കണ്ടു. അദ്ദേഹം രാമചന്ദ്രമൂർത്തിയുടെ കൈകളിൽ കിടന്ന് രാമചന്ദ്രമൂർത്തിക്ക് സേവനം ചെയ്തുകൊണ്ട് സീതാമാതാവിനെ തട്ടിക്കൊണ്ടുപോയ ആളുടെ വിവരങ്ങളെല്ലാം കൈമാറിക്കൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ജടായുവിൻ്റെ ആ ഒരു സഫലമായ ജന്മത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം അയോന്മുഖി എന്ന രാക്ഷസി ശൂർപ്പണഖയെ പോലെ തന്നെ രാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനെയും ആ ഒരു രാക്ഷസി വന്നിട്ട് എന്ത് ചെയ്യുന്നു, സമീപിക്കുന്നു. ശൂർപ്പണഖയുടെ അതേ അവസ്ഥ തന്നെയാണ് അയോന്മുഖിക്കും ഉണ്ടായിരുന്നത്. അയോന്മുഖി എന്ത് ചെയ്യുകയാണ്, ആ ഒരു തൻ്റെ ആ ഒരു അട്രാക്ഷൻ്റെ പ്രതിഫലമായിട്ട് അയോന്മുഖിക്കും സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു യുദ്ധമല്ല, ഒരു ആക്രമണത്തിലേക്കാണ് ഇവർ രണ്ടുപേരും പോകുന്നത്. വളരെയധികം കൊടുങ്കാറ്റടിച്ച സമയത്ത് അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, രാമനും ലക്ഷ്മണനും വന്നിട്ട് ഒരു രാക്ഷസൻ എന്ന് പറഞ്ഞാൽ ഭീകരനായിട്ടുള്ള ശരീരത്തോടു കൂടിയുള്ള ഒരു സത്വത്തിൻ്റെ പിടിയിലകപ്പെടുകയാണ്, കൈകളിൽ അകപ്പെടുകയാണ്. വേണമെങ്കിൽ വലിച്ചു നീട്ടാനും പിൻവലിക്കാനും കഴിവുള്ള ആ കൈകളുടെ ഇടയിൽപ്പെട്ട് രാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും ആ ഒരു ഭീമാകാരനായിട്ടുള്ള ആ സത്വത്തിന് ആക്ച്വലി ശരീരം മാത്രമേ ഉള്ളൂ, രണ്ട് കൈകളും നേരെ നടുക്കായിട്ട്, ശരീരത്തിൻ്റെ നേരെ നടുക്കായിട്ട് ഒരു വലിയ വായുമുണ്ട്, ഒരൊറ്റ കണ്ണുമുണ്ട്. അങ്ങനെ ഒരു സത്വത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ സത്വത്തിനെ അവർ എന്ത് ചെയ്യുന്നു, ആ നീണ്ട കൈകൾ ഛേദിച്ചുകൊണ്ട് ആ യുദ്ധവീരന്മാരായിട്ടുള്ള രാജകുമാരന്മാർ അതിനെ എന്ത് ചെയ്യുന്നു, വധിച്ചു എന്ന് കരുതുന്നു. പക്ഷെ തൻ്റെ കൈകൾ ഈ ഛേദിച്ചു വീണതും ആ ഒരു ഭീകരമായിട്ടുള്ള സത്വം വന്നിട്ട് നിശ്ചലനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനക്കമില്ലാതെ ആയിട്ട് രാമനും ലക്ഷ്മണനും നോക്കുമ്പോൾ, ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു രാക്ഷസനാണോ സീതയെ അകത്താക്കിയത് എന്ന് ചിന്തിച്ചുകൊണ്ട് അത്രയധികം ക്രോധത്തോടു കൂടിയാണ് അവർ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്, രാമനും ലക്ഷ്മണനും ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആര് കാണുന്നത്, രാമനും ലക്ഷ്മണനും കാണുന്നത്. ആ സത്വം കരയുകയാണ്. വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുമൊക്കെ മാറി ഒരു സമാധാനപരമായിട്ടുള്ള മനോഭാവത്തിലേക്ക് വന്നുകൊണ്ട് കണ്ണീർ വാർക്കുന്ന ആ ഒരു അസുരനെയാണ് കാണുന്നത്. ഒരു അസുരൻ തങ്ങളെ കണ്ട് എന്തിനു കണ്ണീർ വാർക്കണം എന്ന് രാമനും ലക്ഷ്മണനും സംശയമായി. സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി രാമനോളം കഴിവ് വേറെ ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ രാമൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സത്യാവസ്ഥ, ഈ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതായത് ആയുധങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ സംസാരിക്കുകയില്ല എന്ന് വിചാരിച്ച് തൻ്റെ ആയുധങ്ങളും അവിടെ ഇട്ടിട്ട് രാമനും ലക്ഷ്മണനും ആ സത്വത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ നിർത്തിയത്. എന്താണ് ആ സത്വം അവരോട് സംസാരിക്കുന്നത് എന്ന് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും ഒരു ചെറിയ കീർത്തനം കേൾക്കാം. ശ്രീരാം ജയ രാം ജയ ജയ രാം, 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 ശ്രീരാം ജയ രാം ജയ ജയ രാം,
श्रीराम जय राम जय जय राम 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 श्रीराम जय राम जय जय राम। हरे कृष्ण। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य ദേശകാരിണേ। ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ആ ഭീകരസത്വത്തിൻ്റെ അടുത്തേക്ക് രാമനും ലക്ഷ്മണനും പോകുന്നിടത്താണ് നിൽക്കുന്നത്. രാമനും ലക്ഷ്മണനും തൻ്റെ വാളുകളെല്ലാം താഴെ ഇട്ടിട്ട് ആ ഭീകരസത്വം എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ അസുരൻ സംസാരിക്കുകയാണ്. എത്ര നാളുകളായിട്ടാണ് ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. രാമനും ലക്ഷ്മണനും അത്ഭുതകരം ആയിട്ടുള്ള ഒരു കാര്യമാണ് അയാൾ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഒരു അസുരൻ അറിയുക ഞങ്ങൾ ഈ പ്രകാരം ഈ വഴി വരുമെന്ന്? സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോയില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സീതയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയില്ലായിരുന്നുവെങ്കിൽ ഈ വഴി വരാനേ സാധ്യതയില്ലായിരുന്നു. അങ്ങനെ ആശയക്കുഴപ്പത്തിൽ രാമലക്ഷ്മണന്മാരെ കണ്ട് വീണ്ടും ആ സത്വം സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പേര് കബന്ധൻ എന്നാണ്. ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു അവസ്ഥയിൽ ഈശ്വരന് മാത്രം അറിയാം ഞാൻ എത്ര വർഷങ്ങളായിട്ടാണ്, എത്ര ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. സമയത്തിൻ്റെ കാലം പോയ പോക്ക് ഞാൻ അറിഞ്ഞതേയില്ല. ഏകദേശം അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞു കാണും ഞാൻ ഈ ഒരു ശരീരത്തിൽ ജീവിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു സമയത്ത് വളരെയധികം സുന്ദരമായ ശരീരമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ദേവരാജാവായ ഇന്ദ്രനേക്കാൾ ഉജ്ജ്വലമായ ശരീരത്തിന് ഉടമയായിരുന്നു ഞാൻ ഒരു ഗന്ധർവനായിരുന്നു. എൻ്റെ പേര് വിശ്വാവസു എന്നായിരുന്നു. ധനു എന്ന ഗന്ധർവരാജന്റെ മകനായ ഞാൻ അത്യധികം ബലവാനുമായിരുന്നു. സ്വാഭാവികമായിട്ടും അത്രയധികം സൗന്ദര്യവും ബലവും കിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക? അവരുടെ രണ്ടുപേരുടെയും ഫലമായി, ബലത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഫലമായിട്ട് ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സന്തതി ഉണ്ടാകും. ആരാണ്? അഹങ്കാരം. അങ്ങനെ ആ അഹങ്കാരത്തിൻ്റെ പുറത്ത് ഞാൻ മറ്റുള്ളവരെ പരിഹസിക്കാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി തുടങ്ങി. ബാക്കിയുള്ളവരുടെ മുഖത്ത് ഭയം കാണുന്നത് എനിക്കൊരു പ്രത്യേക സന്തോഷം തന്നിരുന്നു. അവരുടെ കണ്ണുകളിൽ ഭയം കാണാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും? ഞാൻ അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പലതരത്തിലുമുള്ള രൂപം, വേഷങ്ങളും ധരിക്കും. പക്ഷെ എൻ്റെ ആ സന്തോഷം താൽക്കാലികമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം ഒരു ദിവസം ഞാൻ ഈ പ്രകാരം എൻ്റെ ആ ഒരു സാഹചര്യത്തിൽ സ്ഥൂല ശിരസ് എന്നു പേരുള്ള ഒരു മഹർഷി തൻ്റെ ആധ്യാത്മിക കൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ശേഖരിക്കുന്നതിനിടയിൽ ഒരു വനത്തിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ വേണ്ടി ഒരു ഭീകര സത്വത്തിൻ്റെ രൂപം ധരിച്ചു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, എന്നെ കണ്ട് ഭയക്കുന്നതിൽ നിന്നും വ്യത്യസ്തനായിട്ട്, അല്ലെങ്കിൽ എന്നെ കണ്ട് ഭയത്തോടെ നിൽക്കുന്നതിൽ നിന്നും വ്യത്യസ്തനായിട്ട്
ആ മഹർഷി എന്നെ നോക്കി ദഹിപ്പിക്കുകയാണ് ചെയ്തത്. ആ ഒരു സമയത്ത് അദ്ദേഹം എന്നെ ശപിക്കുകയുണ്ടായി. ഇന്നിന്റെ ഈ സുന്ദരമായിട്ടുള്ള ശരീരം നിനക്ക് ബീഭത്സമായിട്ടുള്ള രൂപത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് സന്തോഷമല്ലേ? അതുകൊണ്ട് ഇത് നിന്റെ യഥാർത്ഥ രൂപമായി മാറട്ടെ എന്ന്. ആ ബീഭത്സമായിട്ടുള്ള സത്വത്തിന്റെ രൂപം, ഒരു ഭീകര സത്വത്തിന്റെ രൂപം നിനക്ക് എന്നേക്കുമായി ലഭിക്കുമാറാകട്ടെ എന്ന് എന്നെ ശപിച്ചു. വളരെയധികം താണു വീണ് അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ശാപത്തിന് ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചു. എന്താണ്? എപ്പോഴാണോ ഈ വഴിയിൽ ശ്രീരാമൻ വരിക, തൻ്റെ 2 കരങ്ങളും അദ്ദേഹം ഛേദിക്കുക, ആ സമയത്ത് എനിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നാണ് ആ മഹർഷി എന്നോട് പറഞ്ഞത്. എന്റെ കഷ്ടങ്ങൾക്ക് വീണ്ടും അവസാനമുണ്ടായിരുന്നില്ല. അന്ന് മുതൽ ഞാൻ ആ ഭീകരസത്വത്തിന്റെ രൂപത്തിലാണ്. എങ്കിലും എനിക്ക് എല്ലായിടത്തും സഞ്ചരിക്കാമായിരുന്നു. എനിക്ക് കൈകളും കാലുകളും ഉണ്ടായിരുന്നു, വളരെയധികം ശക്തിയും ഉണ്ടായിരുന്നു. ഈവൻ ബ്രഹ്മദേവനെ പോലും ഞാൻ പ്രസാദിപ്പിച്ച് എൻ്റെ ജീവിത ദൈർഘ്യം കൂടി ഞാൻ നീട്ടിയിരുന്നു. പക്ഷേ അങ്ങനെ വീണ്ടും ആ ശരീരത്തിലും എനിക്ക് അഹങ്കാരം വന്നു എന്നതാണ് അത്ഭുതം. കാരണം എന്നെ വീണ്ടും ജയിക്കാൻ വേണ്ടി ആരുമില്ല എന്നുള്ള ആ ഒരു അഹങ്കാരത്തിൽ വീണ്ടും ഞാനിങ്ങനെ യഥേഷ്ടം ഈ കാട്ടിൽ സഞ്ചരിച്ച് ഇരയുമൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ അഹങ്കാരത്തിന്റെ ബലത്തിൽ വീണ്ടും ഞാൻ തെറ്റ് ചെയ്തു. ഇന്ദ്രനെ പോലും പോയിട്ട് ചെയ്തിരിക്കുന്നു, വെല്ലുവിളിച്ചിരുന്നു ഞാൻ. ആ യുദ്ധത്തിലാണ് എനിക്ക് എൻ്റെ കൈകാലുകൾ നഷ്ടപ്പെട്ടത്. ഇന്ദ്രദേവൻ തന്റെ വജ്രായുധം കൊണ്ട് എൻ്റെ ശിരസും കാലുകളും എൻ്റെ ശരീരത്തിലേക്ക് ഇടിച്ചു ചുരുക്കി. ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് വയറ് പോലും ഉണ്ടായിരുന്നില്ല, വായ പോലും, കാണാനുള്ള കണ്ണുപോലും എനിക്ക് നഷ്ടപ്പെട്ടു. ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. എൻ്റെ ആ ശരീരത്തിൽ ഞാൻ തടവിലാക്കപ്പെട്ടതുപോലെയായി. ഒരേ ശ്വാസം വിടാനോ പോലും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എങ്ങനെയോ എൻ്റെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് അപേക്ഷിച്ചപ്പോൾ ഇന്ദ്രദേവൻ എനിക്ക് ഒരു സൗകര്യം ചെയ്തു തന്നു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആ ശരീരത്തിൻ്റെ ഒത്ത നടുക്ക് ഒരു വലിയ വായു, അതോടൊപ്പം തന്നെ അതിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ കണ്ണും നൽകി. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ചുരുക്കാനും നീട്ടാനും കഴിവുള്ള 2 കൈകളും. എനിക്ക് 8 മൈൽ നീളത്തിൽ വേണമെങ്കിൽ എൻ്റെ കൈകൾ നീട്ടാം, പിന്നെ അതിനെ ചുരുക്കുകയും ചെയ്യാം. അങ്ങനെ ആ സ്ഥലത്ത് ഈ പ്രകാരമുള്ള ശരീരത്തിൽ തടവിലാക്കപ്പെട്ടിട്ട് എത്രയെത്ര വർഷങ്ങളായി രാമ എന്ന് എനിക്ക് കാലം പോലും എനിക്ക് ഓർമ്മ വരുന്നില്ല. അന്ന് മുതൽ എനിക്ക് അപാരമായിട്ടുള്ള വിശപ്പാണ്. എത്രയധികം ഞാൻ ഭക്ഷണം കഴിച്ചാലും എൻ്റെ വിശപ്പ് ശമിക്കാറേയില്ല. എൻ്റെ വിശപ്പ് ശമിക്കാറേ ഇല്ലാത്തത് കാരണം വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എനിക്ക് സഹായിക്കാൻ കഴിയുമല്ലയോ രാമ? അങ്ങയുടെ നഷ്ടപ്പെട്ടു പോയ പത്നിയെ എവിടെയാണ് കാണുക, അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിയുക എന്ന് എനിക്ക് അങ്ങേക്ക് ഉപദേശം തരാൻ കഴിയും, എനിക്ക് അങ്ങേക്ക് സൂചന തരാൻ കഴിയും. പക്ഷെ അതിനു മുന്നേ അങ്ങേ എനിക്ക് ഒരു സഹായം ചെയ്യണം. എൻ്റെ ഈ ശരീരം, ഞാൻ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ഈ ശരീരം, വിശപ്പിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇനിയൊരാളുടെ അഭ്യുദയത്തിന് വേണ്ടി കാക്ഷിക്കാൻ പറ്റാത്ത, അതിനുവേണ്ടി ഒന്നും ചെയ്യാത്ത എൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് മോചനം വേണം. അങ്ങ് ഒരു വലിയ കിടങ്ങ് തയ്യാറാക്കണം. എന്നിട്ട് എൻ്റെ ശരീരത്തിനെ അതിലേക്ക് ഉന്തിത്തള്ളി ഇട്ടിട്ട് അതിനെ കത്തിച്ച് കളഞ്ഞിട്ട് എൻ്റെ ശരീരത്തിൻ്റെ തടവറയിൽ നിന്നും എന്നെ മോചിപ്പിക്കണം. സ്വന്തം ഇന്ദ്രിയത്തിന് വേണ്ടി മാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവന് മറ്റുള്ളവരുടെ അഭ്യുദയകാംക്ഷിയാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് മോചനം ലഭിച്ചാൽ മാത്രമേ എനിക്ക് അങ്ങേക്ക് എന്തെങ്കിലും സൂചന തരാൻ പറ്റുകയുള്ളൂ. ദയവായി എന്നെ ശരീരത്തിൽ നിന്നും മോചിപ്പിച്ചാൽ കബന്ധൻ പറഞ്ഞു നിർത്തി. രാമലക്ഷ്മണന്മാര് എന്തു ചെയ്തു? ഇത് കേട്ടിട്ട് ഒരു വലിയ കിടങ്ങ് നിർമ്മിച്ചു. എന്നിട്ട് ലക്ഷ്മണൻ രാമനും ചെന്നിട്ട് ഈ കബന്ധന്റെ ശരീരത്തെ ഉന്തി തള്ളി വലിച്ച് എന്ത് ചെയ്തു? ആ കിടങ്ങിനകത്തിട്ട് എല്ലായിടത്തു നിന്നും അഗ്നിയെ ജ്വലിപ്പിച്ച് പെട്ടെന്ന് തന്നെ ആ ഒരു കബന്ധന്റെ ശരീരം എന്ന് പറയുന്നത് വലിയ വലിയ അഗ്നിഗോളങ്ങൾക്കിരയായി. കബന്ധന്റെ ശരീരം അങ്ങനെ വലിയ അഗ്നിക്കിരയായി കഴിയുമ്പോഴേക്കും അവർ കാണുന്നു അതിൽ നിന്നും വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകാശം വരും.
വളരെ മനോഹരമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകാശം വന്ന് അവരുടെ മുന്നിൽ കബന്ധന്റെ ശരീരം അഗ്നിക്കിരയായി കഴിഞ്ഞതിന് ശേഷം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ആര്? വളരെ സുന്ദരനായിട്ടുള്ള ഒരു ഗന്ധർവൻ, വിശ്വാവസു, തന്റെ യഥാർത്ഥ രൂപത്തിൽ ഹംസവാഹനത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് ആ വിശ്വാവസു അവരെ പ്രണമിക്കും. വളരെ മനോഹരമായിട്ടുള്ള വെളുത്ത പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് മനോഹരമായിട്ടുള്ള മാല്യങ്ങൾ അണിഞ്ഞ് ആഭരണങ്ങൾ അണിഞ്ഞിട്ട് സുന്ദരനായിട്ടുള്ള ആ വ്യക്തിത്വം കൈകൂപ്പിക്കൊണ്ട് അവരോട് പറയുകയാണ്, അല്ലയോ രാമ, ഒരേ ഒരാൾക്ക് മാത്രമേ അങ്ങയെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. വേറെ ഒരു വഴിയുമില്ല അങ്ങേക്ക് സീതാന്വേഷണത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്ന ഈ ഒരാളെന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം ഒരു വാനരനാണ്, ഒരു വണ്ടർ മങ്കി വാനരൻ. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തില് ഈ വാനരൻ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും മുക്കിലും മൂലയിലും സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന് ആ അറിവുമുണ്ട്. ഈ എവിടെയാണ് സീതയെ അന്വേഷിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. ഇപ്പോ പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഋഷ്യമുഖ പർവ്വതത്തിൽ തന്റെ 4 സുഹൃത്തുക്കളോടൊപ്പം വസിക്കുകയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവിടെ ഉളച്ചു താമസിക്കേണ്ടി വരുന്നതാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹവും ഈ പ്രകാരം അങ്ങയെപ്പോലെ സ്വന്തം രാജ്യത്തു നിന്നും നിഷ്കാസിതനായിരിക്കുകയും സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഈ വിധിയാണ് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത്, അല്ലയോ രാമ. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ നിന്ന് അങ്ങ് സ്വതന്ത്രനാക്കൂ. യഥാർത്ഥത്തിൽ സുഗ്രീവൻ എന്ന് പറയുന്ന ആ വാനരൻ അങ്ങയെ സഹായിക്കും. ഋഷ്യമുഖ പർവ്വതത്തിൽ കയറുക എന്ന് പറയുന്നത് വളരെയധികം ദുർഘടമാണ്. അതിസാഹസികന്മാരായിട്ടുള്ള പർവ്വതാരോഹകർക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള സ്ഥലമാണ് ഋഷ്യമുഖ പർവ്വതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാനരന്മാരുടെ സഹായമില്ലാതെ ആ പർവ്വതത്തിൽ കയറുക എന്ന് പറയുന്നത് വളരെ ദുർഘടകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങ് പടിഞ്ഞാറേക്ക് യാത്ര ചെയ്താൽ അവിടെ അങ്ങ് വളരെ മനോഹരമായിട്ടുള്ള ഒരു തടാകത്തിനടുത്തെത്തും. പമ്പാ സരോവരം എന്ന് പറയുന്ന ഒരു തടാകം. ഈ ഒരു സ്ഥലത്താണ് ഈ വാനരന്മാർ അവരുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി എത്തുക. ഈ ഒരു ഋഷ്യമുഖ പർവ്വതത്തിന്റെ താഴ്വാരത്തിലാണ് ഈ പമ്പാ സരോവരം സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ചാണ് അങ്ങേക്ക് ഈ വാനരന്മാരെ കണ്ടുമുട്ടാൻ ഏറ്റവും സാധ്യതയുള്ളത്. മാത്രമല്ല, പമ്പാ സരോവരത്തിന്റെ തീരത്ത് അങ്ങേക്ക് ഇനിയൊരു അത്ഭുതം കൂടി അങ്ങയെ കാത്തിരിപ്പുണ്ട്. അവിടെ മാതംഗ ഋഷിയുടെ ആശ്രമത്തിൽ അങ്ങ് ചെല്ലണം. തീർച്ചയായിട്ടും മാതംഗ ഋഷിയുടെ ആശ്രമം അങ്ങ് സന്ദർശിക്കണം. അവിടെ അങ്ങയെ കാത്ത് വീണ്ടും ഒരു അത്ഭുതം കാത്തിരിപ്പുണ്ട്. അങ്ങനെ വിശ്വാവസു തന്റെ ഹംസവാഹനത്തിൽ എന്ത് ചെയ്യുന്നു? രാമലക്ഷ്മണന്മാരെ കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് അവരുടെ കണ്ണിൽ നിന്നും തന്റെ ഗന്ധർവ ലോകത്തിലേക്ക് മറയുകയാണ്. പെട്ടെന്ന് അദ്ദേഹം വീണ്ടും എന്തോ ആ പോകുന്ന വഴിക്ക് രാമനെ നോക്കി സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കുരങ്ങന്മാരെ വാനരന്മാർ എന്ന് വിളിക്കുന്നത് എന്ന് അങ്ങേക്ക് കാലം ചെല്ലുമ്പോൾ മനസ്സിലാകും. രാമ, അങ്ങ് തന്നെ ആ വാനരൻ എന്ന പദത്തിന്റെ അർത്ഥം ഈ ലോകത്തിന് വെളിവാക്കി കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാവസു അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഋഷ്യമുഖ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ പമ്പാ സരോവരത്തിന്റെ തീരത്ത് രാമചന്ദ്രമൂർത്തിയെ കാത്ത് ആരാണ്? ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് മാതംഗ ഋഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തെ കാത്ത് ആരാണ് ഇരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലും. അവരങ്ങനെ പതുക്കെ നടന്ന് എവിടെ എത്തി? മാതംഗ ഋഷിയുടെ ആശ്രമത്തിൽ. അതായത് പടിഞ്ഞാറ് ദിശയിൽ നടന്ന് അവര് പമ്പാ സരോവരത്തിന്റെ തീരത്ത് മാതംഗ ഋഷിയുടെ ആശ്രമത്തിലെത്തി. ആ ആശ്രമത്തിലെത്തിയപ്പോൾ വളരെ അസാധാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരെ സ്വീകരിച്ചത്. അവർ മാത്രമേ, അതായത് ആ വ്യക്തി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ വാക്ക് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. വന്നാലും സ്വാഗതം എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരകത്തേക്ക് ഓടിപ്പോയി. ആ വന്നിരിക്കുന്ന അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ അകത്തേക്ക് ഓടിപ്പോകുന്നതും ലക്ഷ്മണനും രാമനും പുറത്തുനിന്ന് അവരെ അസസ് ചെയ്യുകയാണ്. ലക്ഷ്മണനോട് രാമൻ എന്തോ അവരെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, എങ്ങനെയാണ് അങ്ങ് മനുഷ്യരുടെ സ്വഭാവത്തെ ഇത്ര പക്വതയോടെ അസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്ര പക്വതയോടെ അങ്ങ് അറിയുന്നത്? നമ്മളിപ്പോൾ ഒരു ഇത്തിരി
നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇവരെ കണ്ടുമുട്ടിയത്. പക്ഷേ എത്ര വർഷങ്ങളായിട്ട് പരിചയമുള്ളവരെ പോലെയാണ് അങ്ങ് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത്. ആകെ 1-2 വാക്കുകൾ മാത്രമേ അവരിതുവരെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ അവരുടെ ജീവിതത്തെ മുഴുവൻ അങ്ങ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല ഞാൻ അങ്ങയുടെ ഈ ഒരു ബാക്കിയുള്ളവരുടെ സ്വഭാവവിശേഷം മനസ്സിലാക്കുന്ന ആ ഒരു പ്രാഗൽഭ്യത്തിൽ ആകൃഷ്ടനായിരിക്കുന്നത്. ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഇത് ചെയ്യുന്നത് ജ്യേഷ്ഠ? ലക്ഷ്മണൻ അത്ഭുതത്തോടു കൂടി രാമചന്ദ്രമൂർത്തിയോട് ചോദിക്കുമ്പോൾ രാമചന്ദ്രമൂർത്തി ചിരിച്ചുകൊണ്ട് ആ ഒരു പുകഴ്ത്തലിനെ തള്ളിക്കളഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, ചിരിക്കുക മാത്രം ചെയ്തു. ആ സമയത്ത് ഓടിപ്പോയ ആള് തിരിച്ചു വന്നു. എന്നിട്ട് അതാണ് കബന്ധൻ പറഞ്ഞ വിശ്വാവസു എന്ന ഗന്ധർവൻ പറഞ്ഞ ആ വലിയ അസാധാരണമായിട്ടുള്ള ഒരു സർപ്രൈസ് രാമചന്ദ്രമൂർത്തിക്ക്. ആരാണ് ആ ഒരു തപസ്വിനിയായിട്ടുള്ള ആ ഒരു വൃദ്ധയായിട്ടുള്ള മഹതംഗ ഋഷിയുടെ ആശ്രമത്തിൽ അവർ കണ്ടുമുട്ടിയ ആ സ്ത്രീ. അത് വലിയ സർപ്രൈസ് തന്നെ ആയിരുന്നു രാമചന്ദ്രമൂർത്തിക്ക്. കാരണം രാമചന്ദ്രമൂർത്തിക്ക് അറിയാം ഒരു ദിവസം വരും, ആ ദിവസത്തില് ഞാനും ഈ ഒരു വ്യക്തിത്വവും തമ്മിലുള്ള സംഭാഷണത്തെ ലോകം മുഴുവൻ ഓർക്കും. എന്നെ അല്ല അന്ന് ലോകം ഓർക്കാൻ പോകുന്നത്, അന്ന് ലോകം ഓർക്കാൻ പോകുന്നത് ഈ ഒരു വ്യക്തിത്വത്തെയാണ് എന്ന് രാമചന്ദ്രമൂർത്തിക്ക് അറിയാം. ഒരു പ്രത്യേക വ്യക്തിത്വമാണ്. കാരണം അത്രയധികം അസാധാരണമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ മാത്രമേ ഭഗവാനോടൊപ്പം ചേർന്ന് നമ്മൾ ഓർമ്മിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ഇത്. പെട്ടെന്ന് തന്നെ അവര് ആ ഒരു ആ ഒരു അവരുടെ മുഖത്ത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ രാമചന്ദ്രമൂർത്തിക്ക് മനസ്സിലായി ലോകത്തിൽ എത്രത്തോളം ധനികരായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിലും ഇതുപോലെ മനോഹരമായിട്ട് സംതൃപ്തിയോടുകൂടി പുഞ്ചിരിക്കാൻ ആർക്കും കഴിയുകയില്ല. അതാണ് അവരുടെ പ്രത്യേകത. എന്ത് പുണ്യം ചെയ്തിട്ടാണ് ഇപ്രകാരം മനോഹരമായിട്ട് പുഞ്ചിരിക്കാൻ അവർക്ക് കഴിയുന്നത്? കുറിയവളാണ്. അതായത് അവര് വളരെയധികം വയസ്സായ ജരാനരകൾ ബാധിച്ച ഒരു വ്യക്തിയാണ്. മുഖമെല്ലാം ചുക്കിച്ചുളിഞ്ഞ്, കവിളെല്ലാം ചുളിഞ്ഞ്, കണ്ണുകളൊക്കെ കുഴിഞ്ഞ വ്യക്തിത്വമാണ്. പക്ഷേ അവരുടെ ശരീരത്തിൽ നിന്ന് ഉയരുന്ന ആ ഒരു ഉജ്ജ്വലമായിട്ടുള്ള പ്രകാശം എന്ന് പറയുന്നത്, ആ കാന്തി എന്ന് പറയുന്നത് അഭൗമമായിട്ടുള്ള ഒന്നാണ്. മറ്റുള്ള ആരും, അതായത് ഇത്രയധികം ഋഷിമാരെ രാമചന്ദ്രമൂർത്തി ഈ 14 വർഷങ്ങളുടെ വനവാസത്തിനിടയ്ക്ക് ഈ 13 വർഷങ്ങൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അവരിൽ ഒന്നുമില്ലാതിരുന്ന ഒരു പ്രത്യേകതരം വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ ഒരു സ്ത്രീ. അവരുടെ വേഷവിധാനം കാണുമ്പോൾ ശബര വംശം, അതായത് ഒരു വനവാസികളായിട്ടുള്ള ഒരു വംശമുണ്ട്, ശബര വംശം. ആ ശബര വംശത്തിലുള്ള ഒരു വ്യക്തിയാണെന്നാണ് അവർക്ക് തോന്നുന്നത്. അവരുടെ പേര് പരിചയപ്പെടുത്തിയത് ശബരി എന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം ആ ഒരു വംശത്തിലെ പ്രധാനിയായിട്ടുള്ള വ്യക്തിയുടെ മകളായിരിക്കാനാണ് സാധ്യത, ശബരി എന്ന് തന്നെ പരിചയപ്പെടുത്തിയത് കൊണ്ട്. ശബരി പറയുകയാണ്, മഹാന്മാരായ വ്യക്തികളുടെ മുഖത്തു നിന്ന് വരുന്ന ഓരോ വാക്കും സത്യമായി തീരും. പക്ഷേ ആ വാക്കുകൾ സത്യമായി തീരുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ക്ഷമ അത്യന്താപേക്ഷിതമാണ്. എൻ്റെ ഗുരുദേവൻ എന്നോട് പറഞ്ഞിരുന്നു അങ്ങ് ഈ വഴി വരുമെന്ന്. ഇത്ര നാളും ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരുന്നതിന് ഇപ്പോൾ ഫലമുണ്ടായിരിക്കും. ശബരിയുടെ മുഖത്തു നിന്ന് വാക്കുകൾ എന്ത് ചെയ്യുകയാണ്? അമൃത് പോലെ ഒഴുകുകയാണ്. മധുരമായിട്ടുള്ള വാക്കുകൾ, അതായത് സ്വീകരിച്ചുകൊണ്ട് പറയുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് അത്രയധികം മധുരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മണൻ ചിന്തിച്ചു, തൊട്ടു മുമ്പ് ജ്യേഷ്ഠൻ അവരെ കണ്ടപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ചാരുഭാഷിണി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ലക്ഷ്മണൻ ചിന്തിക്കുകയാണ്, എത്ര മനോഹരമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്, എത്ര മധുരമായിട്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് ഈ ചുറ്റുപാട് കാണുമ്പോൾ അവരത്ര ധനികയൊന്നുമല്ല, ദരിദ്രമായിട്ടുള്ള ചുറ്റുപാടിലാണ് അവർ താമസിക്കുന്നത്. പക്ഷേ അവർക്ക് ഗുണങ്ങളിലോ അവരുടെ വാക്കുകളിലോ വന്നിട്ട് ഒരു പിശുക്കുമില്ല. അത്രയധികം ധനികയാണ്. ഈ ഭൗതികമായിട്ടുള്ള ധനമൊന്നും ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുകയില്ലായിരിക്കാം. പക്ഷേ ഇപ്പോ അവർ ഈ പറയുന്ന മധുരമായിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദാനമാണ്. അങ്ങനെ ആ സ്വാഗതം എന്ന് പറയുന്ന ആ ഒരു വാക്ക് പറഞ്ഞതിലോടുകൂടി രാമചന്ദ്രമൂർത്തിക്ക് എങ്ങനെയാണ് ഈ ചാരുഭാഷിണി എന്ന ഈ ഒരു വിശേഷണം അവർക്ക് ചാർത്തി കൊടുക്കാൻ പറ്റുക എന്ന് ലക്ഷ്മണന് അത്ഭുതമാണ്. അപ്പോൾ വീണ്ടും രാമചന്ദ്രമൂർത്തി ശബരിയോട് ആ വാക്കുകൾക്ക് പകരമായിട്ട് ശബരിയോട് സംസാരിക്കുകയാണ്.
അല്ലയോ തപസ്വി ദേവി, അങ്ങയുടെ ആധ്യാത്മിക ജീവിതം ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേക്ക് സാധിക്കുന്നുണ്ട്. അല്ലയോ സിദ്ധേ, അങ്ങേക്ക് അറിയാമല്ലോ, ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമുള്ള ഘടകം എന്ന് പറയുന്നത് പേഷ്യൻസ്, അല്ലെങ്കിൽ ക്ഷമയോടുകൂടി അത് പരിശീലിക്കുക, നിരന്തരം പരിശീലിക്കുക, അക്ഷീണമായിട്ടുള്ള പ്രയത്നം, ഇതൊക്കെയാണ്. അല്ലയോ പരിചാരിണി, അങ്ങയുടെ ഗുരുദേവനോടുള്ള അങ്ങയുടെ സേവനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങേക്ക് ലക്ഷ്യപ്രാപ്തി നൽകിയോ? രാമചന്ദ്രമൂർത്തി ഇതുപോലെ മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ ശബരി അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ലക്ഷ്മണന് മനസ്സ് ശബരി വളരെ അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നോക്കുന്നത്. ലക്ഷ്മണന് മനസ്സിലായി ഈ ചോദ്യങ്ങളിൽ എന്തോ ഗൂഢമായിട്ടുള്ള അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ, രാമചന്ദ്രമൂർത്തി സംസാരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാവുകയില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ശബരിയോട് ചോദിച്ച ചോദ്യങ്ങൾ, ഈ 3 ചോദ്യങ്ങളിൽ എന്തോ ഗൂഢമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ഗൂഢമായിട്ടുള്ള അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നും, ചോദിച്ചു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ അതൊന്നും പറഞ്ഞു തരികയില്ല, വളരെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ സ്വതസിദ്ധമായിട്ടുള്ള പുഞ്ചിരി മാത്രമായിരിക്കും തനിക്ക് കാണാൻ കഴിയുക എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ വിചാരിച്ചു, എന്നെങ്കിലും ഇത് തനിക്ക് തന്നെ മനസ്സിലായിരിക്കുന്നതാണ് നല്ലത്, മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള സംഭാഷണം സാഹൂതം വന്നിട്ട് ലക്ഷ്മണൻ തുടർന്നു വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ശബരി ഈ സമയത്ത് എന്ത് ചെയ്യുകയാണ്, തൻ്റെ കയ്യിൽ ഓടിപ്പോയി അകത്തേക്ക് പോയിട്ട് എടുത്തുകൊണ്ട് വന്നത് എന്താണ്, തൻ്റെ കയ്യിൽ ഒരു ഇലയുടെ തളികയിൽ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, കുറേ മനോഹരമായിട്ടുള്ള പഴങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ രാമനും ലക്ഷ്മണനെയും ഒരു പുൽപ്പായ, ഓരോരോ പുൽപ്പായ കൊടുത്ത് അവിടെ അതിഥികളെ സത്കരിക്കാൻ വേണ്ടി അവിടെ ഇരുത്തിയിരിക്കുന്നു. അതോടുകൂടി തന്നെ ലക്ഷ്മണന് മനസ്സിലായി, ലക്ഷ്മണനെ ചുറ്റുപാടുകളും വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി, അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്നത് പോലെയാണ്. തങ്ങൾ ഈ വഴി വരും എന്ന് എങ്ങനെ അറിയാം ശബരിക്ക്? ഇനി കബന്ധൻ ഈ വഴി വന്നിട്ട് അവരോട് തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് അറിയിച്ചിരിക്കുമോ? പക്ഷേ വിശ്വാവസു എന്ന തൻ്റെ സ്വന്തം ശരീരം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ സ്വന്തമായിട്ടുള്ള ലോകത്ത്, അതായത് ഗന്ധർവലോകത്ത് പോകാൻ അത്ര അക്ഷമനായിട്ടിരുന്നത് കൊണ്ട് ഇവിടെ വന്ന് ശബരിയോട് തങ്ങളുടെ ആഗമനത്തെപ്പറ്റി പറയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ചുറ്റും നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ആ ആശ്രമത്തെയൊക്കെ തൂത്തു തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഒരു പൊടി പോലും ഇല്ലാതെ, ഒരു പൊടി പോലും വൃത്തികേടില്ലാതെ അല്ലെങ്കിൽ കളങ്കമില്ലാതെ അതിനെല്ലാം സൂക്ഷിച്ച് മനോഹരമാക്കി വെച്ചിരിക്കുന്നു. ആ ഒരു മനോഹരമായിട്ടുള്ള ആശ്രമത്തിൽ അവിടെ എല്ലാം ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള സുഗന്ധം വമിക്കുന്ന പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക അതിഥികൾ വരും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും ഇവരറിയുന്നുണ്ടായിരിക്കണം. അപ്പോൾ ലക്ഷ്മണന്റെ ഈ ചിന്തകളും ശബരിയുടെ ആ നോട്ടവും ഉണർത്തിക്കൊണ്ട് പെട്ടെന്ന് രാമചന്ദ്രമൂർത്തി സംസാരിച്ചു. ഇത്രയധികം മനോഹരമായിട്ടുള്ള പഴങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു ഹിപ്നോട്ടിസത്തിൽ എന്ന പോലെ രാമചന്ദ്രമൂർത്തിയുടെ സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആകർഷകമായ വ്യക്തിത്വത്തിൽ ആ കണ്ണു നട്ടുകൊണ്ടിരുന്ന ശബരി പെട്ടെന്ന് ലജ്ജയോടുകൂടി തൻ്റെ നോട്ടം മാറ്റി. എന്നിട്ട് ഈ കയ്യിലുണ്ടായിരുന്ന പഴങ്ങൾ അവിടെ വെച്ചിട്ട് വളരെ ലക്ഷ്മണൻ ശ്രദ്ധിക്കുകയാണ്, എത്ര എത്ര പ്രത്യേകതയുള്ള പഴങ്ങളാണ്, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന അത്രയും ഒരുപാട് പഴങ്ങൾ ആ തളികയിൽ ഉണ്ടായിരുന്നു, ഇല കൊണ്ടുണ്ടാക്കിയ ആ തളികയിൽ. എന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ശബരി അതിൽ നിന്നും ഏറ്റവും മികച്ചതാണ് അതിനകത്തുള്ളത്, എന്നാലും അതിൽ നിന്നും ഏറ്റവും മികച്ചത് നോക്കി തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യുകയാണ്, രാമലക്ഷ്മണന്മാരുടെ ഇതിലേക്ക് തളികയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. സീത നഷ്ടപ്പെട്ടതിന് ശേഷം അത്രയും ദിവസങ്ങൾ അലഞ്ഞു നടന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അത്ര ഭക്ഷണം, അതായത് ആ ഒരു ഇരുന്നു കൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധിക്കുന്നത്. ആ പഴങ്ങൾ വായിൽ വെക്കുമ്പോൾ തന്നെ ലക്ഷ്മണന് അറിയാൻ പറ്റി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ശേഖരിച്ചിരിക്കുക. കാട്ടിൽ പഴങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള പഴങ്ങൾ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം.
ഇത് സ്ഥിരം 13 വർഷമായിട്ട് ആര് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്? ലക്ഷ്മണൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ അറിയാം ഇത്രയും പഴങ്ങൾ കണ്ടുപിടിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകളുണ്ട്. പക്ഷെ എന്നിട്ടും ഇത്രത്തോളം വ്യത്യസ്ത തരത്തിലുള്ള മധുരമായിട്ടുള്ള ഒന്നിനൊന്ന് മികച്ച ഫലങ്ങളാണ് ശബരി ഈ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നത്. അതത്രയ്ക്ക് ഈസിയൊന്നുമല്ല. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരം പഴങ്ങൾ അവർ ശേഖരിച്ചിട്ടുണ്ടാവുക. അത് കണ്ടപ്പോഴേക്കും ലക്ഷ്മണൻ അവരോടുള്ള ആദരവ് ഒന്നും കൂടി വർദ്ധിച്ചു. അതായത് ഈ ഒരു എല്ലാം ആ തളികയിലുണ്ടായിരുന്ന പഴങ്ങൾ മുഴുവൻ വന്നിട്ട് തെരഞ്ഞെടുത്ത് രാമന്റെയും ലക്ഷ്മണന്റെയും തളികയിലാക്കി കഴിഞ്ഞതും ഒന്നുപോലും തനിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് അവർ സൂക്ഷിച്ചു വെച്ചുമില്ല. അതുകൊണ്ട് തന്നെ രാമചന്ദ്രമൂർത്തിയെ നോക്കുകയാണ് ലക്ഷ്മണൻ. രാമചന്ദ്രമൂർത്തിയെ നോക്കുമ്പോൾ കണ്ണുമടച്ച് രാമചന്ദ്രമൂർത്തി അമൃതം സേവിക്കുന്നത് പോലെ ആ പഴങ്ങളെ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വർഷങ്ങളായിട്ടേ ഒന്നുമേ കഴിച്ചിട്ടില്ല എന്ന തരത്തില് ആ ഓരോ പഴത്തിൻ്റെയും സ്വാദും അനുഭവിച്ചുകൊണ്ട് വായില് അതിൻ്റെ അമൃതം നുകർന്നുകൊണ്ട് സ്വയം പരമദിവ്യോത്തമ പുരുഷനായ രാമചന്ദ്രമൂർത്തി അവരുടെ സേവനത്തെ എന്ത് ചെയ്യുകയാണ്? ആസ്വദിക്കുകയാണ്. രാമചന്ദ്രമൂർത്തി അങ്ങനെ ശബരി നൽകിയ പഴങ്ങൾ അമൃതത്തെ പോലെ ഒരു സമാധിയിൽ എന്നവണ്ണം, ധ്യാനത്തിൽ എന്നവണ്ണം സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബരി സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ഗുരു മാതംഗ ഋഷി അങ്ങയുടെ ആഗമനത്തെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഈ ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അങ്ങ് വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ എന്ന് അങ്ങ് വരുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അല്ലയോ രാമ, കഴിഞ്ഞ 13 വർഷമായി എല്ലാ ദിവസവും അങ്ങ് വരും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരുന്നത്. കഴിഞ്ഞ 13 വർഷമായി എന്നും മുടക്കം വരാതെ ഞാൻ ഈ ആശ്രമ പരിസരം കഴുകി വൃത്തിയാക്കും. മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ ശേഖരിച്ച് അങ്ങേക്ക് വേണ്ടിയിട്ട് സുഗന്ധപൂരിതമായിട്ടുള്ള മാലിന്യങ്ങൾ തയ്യാറാക്കി വയ്ക്കും. ഏറ്റവും മധുരമേറിയ പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് അങ്ങേക്ക് വേണ്ടി സൂക്ഷിക്കും. കാരണം എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് പരമദിവ്യോത്തമ പുരുഷനെ സ്വന്തം കൈകൊണ്ട് സേവിക്കാനുള്ള അവസരം ലഭിക്കും. ആ അവസരം എന്ന് ലഭിക്കുമെന്നറിയില്ല എങ്കിലും എല്ലാ ദിവസവും അങ്ങയുടെ ആഗമനത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഈ പ്രവൃത്തികൾ ചെയ്യും. ഏറ്റവും അവസാനം, ആ ദിവസത്തിൻ്റെ അവസാനം രാത്രിയാകുമ്പോൾ ഞാൻ ഈ നിലത്ത് കിടന്നുകൊണ്ട് ആലോചിക്കും. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ആലോചിക്കുക. ഒരു ദിവസം രാമചന്ദ്രമൂർത്തി വരും, നീ ഇവിടെ കാത്തിരിക്കും. രാമൻ വന്നിട്ട് നീ അവനെ വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ സേവിക്കൂ. അങ്ങനെ നിനക്ക് ജീവിത ലക്ഷ്യം നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ രാമചന്ദ്രമൂർത്തിയോട് മാതംഗ ഋഷിയുടെ ആ ശിഷ്യ, അതായത് ശബരി പറയുകയാണ്, അന്നു മുതൽ എനിക്കറിയാമായിരുന്നു രാമ, അങ്ങയുടെ ഈ മുഖം കാണാനുള്ള ആ അവസരം എന്ന് പറയുന്നത് ഒരേ ഒരു സമയം മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ, ഒരേ ഒരു ദിവസം മാത്രം. അതിനുവേണ്ടി എത്ര നാൾ ഞാൻ കാത്തിരുന്നു, 13 വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങയെ കാണുമ്പോൾ എൻ്റെ ഗുരുനാഥൻ എനിക്ക് നൽകിയ ആ അനുഗ്രഹത്തെക്കുറിച്ച് വീണ്ടും എനിക്ക് മതിപ്പ് വരികയാണ്. എത്രത്തോളം ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നിട്ടും എന്നെ മാത്രം അദ്ദേഹം എന്തിനാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. രാമ, എനിക്ക് എൻ്റെ ഗുരുവിലുള്ള വിശ്വാസം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് ഇതുകൊണ്ട്. കാരണം ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗുരുവിനെ സേവിക്കാനും കഴിയുകയുള്ളൂ. ലക്ഷ്മണൻ അപ്പോഴാണ് ഇത് കേട്ടുകൊണ്ടിരുന്ന ലക്ഷ്മണന് ഹൃദയത്തിൽ വന്നിട്ട് ഒരു പ്രകാശം പോലെ അത് വെളിവാകുകയാണ്. അദ്ദേഹം മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ രാമചന്ദ്രമൂർത്തിയുടെ ആ ഒരു ആശ്രമത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം മുഴുവനേ മാറി. അദ്ദേഹം കരുണാർദ്രനായിട്ടുള്ള ആ പഴയ രാമനായി മാറിയത്, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ആ ഒരു ഭാവത്തിലേക്ക് മാറിയത് എന്തുകൊണ്ട് എന്ന് ലക്ഷ്മണൻ ഇപ്പോൾ മനസ്സിലാവുകയാണ്. രാമചന്ദ്രമൂർത്തി ഇതൊക്കെ കേൾക്കെ അദ്ദേഹം ശബരിയോട് സംസാരിക്കുകയാണ്. അങ്ങയുടെ ഗുരുനാഥൻ മാതംഗ ഋഷി, അദ്ദേഹം വളരെ അസാധാരണമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് കൂടുതൽ പറഞ്ഞാലും. ഈ ആശ്രമം എത്ര മനോഹരമാണ്,
ഞങ്ങളെ ഇവിടെയൊക്കെ ഒന്ന് കാണിക്കുന്നതിന് അങ്ങേക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ലല്ലോ. ശബരി അത് കേട്ടതും ഒരു കൊച്ചുകുട്ടിക്ക് എന്തോ ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടി കിട്ടിയ ഒരു അവസരത്തെ പോലെ തുള്ളിച്ചാടി എഴുന്നേറ്റു. അപ്പോൾ കാരണം സ്വന്തം ഗുരുവിനെ പറ്റി പറയാനുള്ള അവസരമാണ് ഭഗവാൻ അവർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ എഴുന്നേറ്റ് രാമചന്ദ്രമൂർത്തിയെയും ലക്ഷ്മണനെയും നയിച്ചുകൊണ്ട് ആശ്രമത്തിന്റെ മുന്നിലെത്തി. അവിടെയെല്ലാം ശബരി നടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കൂട്ടം വൃക്ഷങ്ങളിലേക്കാണ് രാമചന്ദ്രമൂർത്തിയുടെ കണ്ണുകൾ പോയത്. മനോഹരമായിട്ടുള്ള സുഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ആ മരങ്ങളെ ചൂണ്ടിക്കാട്ടി ശബരി അദ്ദേഹത്തോട് പറയുകയാണ്, ഈ അത്ഭുതകരമായിട്ടുള്ള വൃക്ഷങ്ങളാണ് ഈ ആശ്രമത്തിലേക്ക് എന്നെ ആകർഷിച്ചത്. ഇവരെന്റെ വർമ്മപ്രദർശക ഗുരു, പാദപ്രദർശക ഗുരുക്കന്മാരാണ്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥനിലേക്ക് എനിക്ക് മാർഗം കാണിച്ചു തന്നത് ഈ വൃക്ഷങ്ങളാണ്. ഞാൻ ഈ ക്രൗഞ്ച വനാന്തരങ്ങളിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു അലഞ്ഞ്. എൻ്റെ സ്വന്തം വംശത്തിൽ നിന്നും ഞാൻ നിഷ്കാസിതയായിരിക്കുന്നു. ആ നിഷ്കാസിതയായിരിക്കുന്ന അവസരത്തിൽ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ വൃക്ഷങ്ങളെ ഞാൻ കാണാവുന്നത്. ഈ പുഷ്പങ്ങളുടെ മണമാണ് എന്നെ ഈ ആശ്രമത്തിലേക്ക് അടുപ്പിച്ചത്. ഞാനിവിടെ വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ സ്പിരിച്വൽ മാസ്റ്റർ, എൻ്റെ ആധ്യാത്മിക ഗുരുവായ മാതംഗ ഋഷിയെയാണ്. ശബരി ഭയങ്കര സന്തോഷവതിയായിട്ട് തൻ്റെ ഗുരുവിനെ കുറിച്ച് പറയുകയാണ്. ഞാനും ഈ ചോദ്യം തന്നെയാണ് ആദ്യം എൻ്റെ ഗുരുവിനോട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഈ മരങ്ങൾ ഇത്രയധികം അത്ഭുതകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ വഹിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന്. അദ്ദേഹം ഒരു പ്രാവശ്യം ഒരു കാര്യം എന്നോട് വളരെ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഗുരുവിനോടുള്ള ശിഷ്യന്മാരുടെ സേവനം എന്ന് പറയുന്നത് എന്നേക്കും സുഗന്ധപൂരിതമായിരിക്കുമെന്ന്. അന്ന് അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിവരണം കേട്ട ഞാൻ വളരെയധികം ആശയക്കുഴപ്പത്തിലായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു ശിഷ്യന്മാരോട് ഞാൻ ഈ ഒരു വൃക്ഷങ്ങളുടെ രഹസ്യത്തെക്കുറിച്ച് ആരാഞ്ഞു. അവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ആ വൃക്ഷങ്ങളോടുള്ള മതിപ്പ്, അവരോടുള്ള ആദരവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം മാതംഗ ഋഷി സ്വന്തം ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ മുതിർന്ന ശിഷ്യന്മാർ അദ്ദേഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്നത് കാണുകയുണ്ടായി. വളരെയധികം കഷ്ടപ്പെട്ട് വനത്തിൽ നിന്നും പൂജ്യങ്ങളായിട്ടുള്ള പഴങ്ങളും പുഷ്പങ്ങളും പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറകും മറ്റുമെല്ലാം ശേഖരിച്ച് ഇവർ വരികയാണ് മാതംഗ ഋഷി കാണുമ്പോൾ. പക്ഷേ അത്രയധികം കഠിനമായിട്ടുള്ള പ്രയത്നത്തിൽ അവരുടെ ശരീരത്തിൽ നിന്നും വിയർപ്പ് തുള്ളികൾ വീഴുന്നു. പക്ഷെ അവരെല്ലാം വളരെയധികം സന്തുഷ്ടരായിട്ടാണ് ഈ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാതംഗ ഋഷി അവരുടെ ആ കഠിനമായിട്ടുള്ള പ്രയത്നവും ഗുരുവിനോടുള്ള ആ ഒരു ശരണവും ആ ഒരു ആശ്രയത്വവും കണ്ടിട്ട് വളരെയധികം സന്തുഷ്ടനായിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഇറ്റുവീഴുന്ന ഈ ഓരോരോ വിയർപ്പ് തുള്ളികളും എന്നേക്കും സുഗന്ധപൂരിതമായിട്ടുള്ള വൃക്ഷങ്ങളായിട്ട് മാറട്ടെ. എന്നേക്കും സുഗന്ധം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഭഗവാനും ഗുരുവിനു വേണ്ടി ചെയ്യുന്ന ഈ സേവനങ്ങളെല്ലാം എന്ന് ലോകം മുഴുവൻ അറിയുമാറാകട്ടെ എന്ന്. അന്ന് മുതൽ അവരുടെ ശരീരത്തിൽ നിന്ന് വീണ ആ ഓരോ വിയർപ്പു തുള്ളികളിൽ നിന്നും അത്ഭുതകരമായിട്ടുള്ള വൃക്ഷങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു കൂട്ടം വൃക്ഷങ്ങൾ അന്ന് ഇവിടെ ലോകത്തിലെ പ്രകൃതിയിലെ ഒരു നിയമവും ആ വൃക്ഷങ്ങൾക്ക് ബാധകമല്ല. ആ വൃക്ഷങ്ങളിൽ ആ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പുഷ്പകാലം, അതായത് വസന്തകാലം ആ വൃക്ഷങ്ങൾക്ക് മാത്രമായിട്ടുണ്ടാകും. അവർ പുഷ്പിക്കുന്നത് അത്രയധികം മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളും സുഗന്ധപൂരിതമായിട്ടുള്ള പുഷ്പങ്ങളുമാണ്. ഒരിക്കലും അത് വാടുകയുമില്ല, കുഴിയുകയുമില്ല. അന്നു മുതൽ ഇന്ന് വരെ അതേപടി ആ പുഷ്പങ്ങൾ നിലനിൽക്കും. സ്വന്തം ഗുരുവിൻ്റെ സേവനം, ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ആ ശിഷ്യന്മാർ ചെയ്ത ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ സ്മാരകങ്ങളായിട്ട് ആ പുഷ്പങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. രാമചന്ദ്രമൂർത്തി അവരുടെ കഥ പറഞ്ഞതും രാമലക്ഷ്മണന്മാർ വന്നിട്ട് വീണ്ടും ആദരവോടുകൂടി ആ വൃക്ഷങ്ങളെ വണങ്ങുകയാണ്. എന്നിട്ട് വീണ്ടും അവർ സഞ്ചരിക്കുന്നു. അങ്ങനെ അവർ സഞ്ചരിച്ച് ശബരി അവരെ കൊണ്ട് ഒരു വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്തെത്തി. ആ ആശ്രമത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ആ മനോഹരമായ തടാകമായിരുന്നു. ആ തടാകം കണ്ടതും രാമനും ലക്ഷ്മണനും പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പമ്പാ സരോവരം. അപ്പോൾ
അവർ രണ്ടുപേരും ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണ്. കേട്ടിട്ടുണ്ട് പമ്പ സരോവരത്തെക്കുറിച്ച്, കബന്ധൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കുമെന്ന് അവർ അത്രയും പ്രതീക്ഷിച്ചില്ല. ആ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം പർവ്വതനിരകളുടെ താഴ്വാരത്തിൽ വളരെ ശാന്തമായ, വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു തടാകം കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വളരെയധികം സന്തോഷമാണ് ഉണ്ടാകുന്നത്. അവിടെ ഏറ്റവും വലിയ വലിയ പല വർണ്ണത്തിലും പല സ്വഭാവങ്ങളിലുമുള്ള മനോഹരമായിട്ടുള്ള താമരപുഷ്പങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ചുവപ്പ് നിറത്തിലുള്ള, പിങ്ക് നിറത്തിലുള്ള, മഞ്ഞ നിറത്തിലുള്ള, വെള്ള നിറത്തിലുള്ള, സ്വർണ്ണവർണ്ണത്തിലുള്ള താമരപ്പൂവുകൾ. അത് കാണുമ്പോൾ ആ നീല തടാകത്തില് എന്ത് ചെയ്യുകയാണ്? വളരെ മനോഹരമായിട്ടുള്ള ഇന്ദ്രധനുസ് അല്ലെങ്കിൽ ഒരു മഴവില്ല് വിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ്, ആ ജലാശയത്തിൽ മഴവില്ല് വിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. മന്ദം മന്ദം നടന്ന് ആ തടാകത്തിലേക്ക് ഇറങ്ങി രാമചന്ദ്രമൂർത്തി കൈകൊണ്ട് അതിലൊരു താമര പുഷ്പത്തിനെ എടുത്തു. എന്നിട്ട് അദ്ദേഹം സ്വന്തം നാസികയോട് ചേർത്ത് അതിൻ്റെ മണം ആസ്വദിച്ചു. ശബരി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് താമരപ്പൂ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. ഭഗവാന്റെ ഇന്ദ്രിയത്തിന്റെ സേവനത്തിന് വേണ്ടി തന്നെ ഉപയോഗിച്ചതിൽ കൃതാർത്ഥനായിട്ട് ആ താമരപ്പൂ പുഞ്ചിരിക്കുന്നത് പോലെയാണ് ശബരിക്ക് തോന്നിയത്. അതുകൊണ്ട് ശബരി ചിരിച്ചു. രാമചന്ദ്രമൂർത്തി ആ പുഷ്പങ്ങളെല്ലാം സ്നേഹത്തോടു കൂടി നോക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ നിൽക്കുന്നു. ശബരി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. രാമചന്ദ്രമൂർത്തി തൻ്റെ കയ്യിലിരിക്കുന്ന ആ താമര പുഷ്പം ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് ശബരിയുടെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശബരി വീണ്ടും പറയുകയാണ്, എൻ്റെ സ്പിരിച്വൽ മാസ്റ്റർ, ആധ്യാത്മിക ഗുരു മാതംഗ ഋഷിക്ക് വളരെയധികം പ്രായമായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 7 പുണ്യനദികളിൽ പോയി തീർത്ഥാടനം ചെയ്യാൻ വീണ്ടും അങ്ങനെയുള്ള ഒരു അവസരം ഇനിയും ലഭിക്കാതിരിക്കുന്ന ഒരു അവസരത്തിൽ അവരുടെ മുതിർന്ന ശിഷ്യന്മാരും അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ പുണ്യതീർത്ഥങ്ങൾക്കായിട്ട് അവരൊരു വഴിയുണ്ടാക്കി. അവർ തൻ്റെ സ്വന്തം ആ ഒരു അവരുടെ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി കൊണ്ട് അവർക്ക് കിട്ടിയ സിദ്ധി കൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ആ 7 പുണ്യനദികളെയും വിളിച്ച് വരുത്തി. എന്നിട്ട് ഈ തടാകം സൃഷ്ടിച്ചു. ഈ ഒരു ഭൂപ്രദേശത്തിന്റെ 7 വ്യത്യസ്ത ദിശകളിൽ നിന്നും ഓരോരോ ആ പുണ്യതീർത്ഥങ്ങളും യഥാർത്ഥത്തിൽ വന്നിട്ട് വ്യക്തിരൂപത്തിൽ പ്രത്യക്ഷമായി ഇവിടെ പ്രകടമായിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അങ്ങനെ ഉണ്ടായതാണ് ഈ മനോഹരമായിട്ടുള്ള പമ്പാ സരോവരം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഖ്യാതി കേട്ടതും ആ പമ്പോ സരോവരത്തെയും വന്നിട്ട് വണങ്ങിക്കൊണ്ട് രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുന്നു? അവർ രാമനും ലക്ഷ്മണനും വന്നിട്ട് ആ പമ്പാ സരോവരത്തെയും വണങ്ങുന്നു. അതിനുശേഷം ശബരി അവിടെ എല്ലാം അവരെ കൊണ്ടു നടന്ന് കാണിച്ചു. അവിടെ ഒരു അയയിൽ വന്നിട്ട് മാതംഗ ഋഷിയുടെയും ശിഷ്യന്മാരുടെയും ഈ മരവുരിയും മാൻതോലും ഒക്കെ ഉണക്കാനല്ല, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആരും 10-13 വർഷത്തോളമായി ആരും അതിനെ സ്പർശിച്ചിട്ടില്ല എങ്കിലും ഇന്നും വളരെ പുതുമയോടുകൂടിയാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് അത് കാണുമ്പോൾ തന്നെ രാമചന്ദ്രമൂർത്തിക്ക് മനസ്സിലായി വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ആശ്രമ പരിസരവുമാണത്. പുണ്യവും അസാധാരണവുമായിട്ടുള്ള ഒരു ആശ്രമമാണ് എന്ന് രാമചന്ദ്രമൂർത്തിക്ക് മനസ്സിലായി. അപ്പോൾ ശബരി വീണ്ടും അവരെ ഒരു ഇരിപ്പിടത്തിൻ്റെ അവിടെ ഇരുത്തിയിട്ട് ഒരു താളിയോല, ഒരു പാം ലീഫ്, അതിൽ ഒരു മയിൽപീലി എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള മഷിയിൽ മൂക്കിക്കൊണ്ട് ശബരി എന്തോ അതിൽ വരയ്ക്കാൻ തുടങ്ങി. സാഗൂതം ഇവർ രണ്ടുപേരും നോക്കിയിരിക്കുമ്പോൾ അതിൽ തെളിഞ്ഞു വരുന്നത് ഒരു ഭൂപടമായിരുന്നു. അപ്പോൾ ശബരി അവരോട് പറയുകയാണ്, അല്ലയോ പ്രഭു, ഇതാണ് കിഷ്കിന്ധയുടെ ഭൂപടം എന്ന് പറയുന്നത്. അങ്ങ് ആ വാനരന്മാരെ, അത്ഭുതകരമായിട്ടുള്ള വാനരന്മാരെ തിരക്കിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ഈ ഭൂപടത്തിൽ വിരലോടിച്ചുകൊണ്ട് ശബരി പറയുകയാണ്, ഈ ഭൂപടത്തെ പിന്തുടർന്ന് അങ്ങ് സഞ്ചരിച്ചാലും പെട്ടെന്ന് തന്നെ അങ്ങേക്ക് അവരെ കണ്ടുപിടിക്കാൻ, അവരുടെ സേനാനായകൻ, അതായത് അവരുടെ നേതാവ് എൻ്റെ മഹർഷിയുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്. അപ്പോൾ രാമചന്ദ്രമൂർത്തിക്ക് വീണ്ടും ആശ്ചര്യമായി. എന്താണ് അതിൻ്റെ അർത്ഥം? അവരുടെ നേതാവ്, അതായത് ഈ വാനരന്മാരുടെ നേതാവ് മാതംഗ ഋഷിയുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത് എന്ന് പറയാൻ എന്താണ് കാരണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശബരി വീണ്ടും സംസാരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഗുരുനാഥൻ ഇവിടെ വളരെ ഗാഠമായിട്ടുള്ള ഒരു തപശ്ചര്യയിൽ വ്യാപൃതനായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രക്തം
പെരുമഴ പെയ്യുകയുണ്ടായി. നോക്കുന്ന എല്ലായിടത്തും, ഈ പരിശുദ്ധമായ ആശ്രമത്തിന്റെ എല്ലാ ഭാഗത്തും രക്തവും ജലവും വന്ന് പെയ്യുകയുണ്ടായി. മാതംഗ ഋഷിയുടെ ശരീരത്തിൽ ഒരു വലിയ രക്തക്കട്ട വന്ന് അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള, അദ്ദേഹത്തിന്റെ ശാന്തമായിട്ടുള്ള ഈ മുഖത്ത് എന്ത് സംഭവിച്ചു? ആ രക്തക്കട്ട വന്ന് വീഴുകയും അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ നിന്നും ഉണർന്ന് അദ്ദേഹം ക്രുദ്ധനായി തീരുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ധ്യാനത്തിൽ വെച്ച് ഈ രണ്ട് വളരെ അപകടകാരികളായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശപിക്കുകയുണ്ടായി. ആരാണോ ഈ രക്തരൂഷിതമായിട്ടുള്ള യുദ്ധത്തിന് കാരണക്കാരനായിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഇതിന് ഈ ഒരു അവസ്ഥയ്ക്ക്, ഈ നാശനഷ്ടങ്ങൾക്ക് കാരണമായിരിക്കുന്നത്, ഋഷ്യമൂക പർവ്വതത്തിലെ ഈ ആശ്രമത്തിന്റെ പരിശുദ്ധിയെ കളങ്കമാക്കിയിരിക്കുന്നതിന് കാരണക്കാരൻ ആരാണോ ആ വ്യക്തി ഋഷ്യമൂക പർവ്വതത്തിൽ പ്രവേശിക്കുന്ന നിമിഷം അദ്ദേഹത്തിന്റെ ജീവൻ ഇല്ലാതാവട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടട്ടെ എന്ന് ശപിച്ചിരിക്കുന്നു. ഈ ഒരു ശാപം ഒരുവന് നല്ലതിനും ഒരുവന് ചീത്തയ്ക്കും ഭവിച്ചു. കാരണം ഈ രണ്ട് തെറ്റിദ്ധാരണകളുടെ പുറത്ത് സുഗ്രീവൻ, വാലി എന്ന് പറയുന്ന ഈ രണ്ട് വാനരന്മാർ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാതംഗ ഋഷിയുടെ വാലിയായിരുന്നു അതായത് ഈ രക്തരൂഷിതമായിട്ടുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരൻ വാലിയായിരുന്നു. അതുകൊണ്ട് തന്നെ വാലിയുടെ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ഈ വാക്കുകൾ, മഹർഷിയുടെ വാക്കുകൾ ശാപമായി തീരുകയും സുഗ്രീവന് നല്ലതായി തീരുകയും ചെയ്തു. വാലിയെ പേടിച്ച്, വാലിയെ ഒളിച്ച് ഋഷ്യമൂക പർവ്വതത്തിലാണ് വീണ്ടും സുഗ്രീവൻ വന്നിട്ട് അഭയം പ്രാപിച്ചിരിക്കുന്നത് തൻ്റെ 4 സുഹൃത്തുക്കളോടൊപ്പം. അപ്പോൾ പെട്ടെന്ന് ഈ കഥ പറഞ്ഞു തീർന്നതും മാതംഗ ഋഷിയുടെ ആ ഡിസൈപ്പിൾ, ശിഷ്യയുടെ മുഖം എന്ത് ചെയ്തു? അവരുടെ ഭാവം മാറി. വീണ്ടും ഒരുപാട് നാളായിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന അവരുടെ സങ്കടം എന്ന് പറയുന്ന അവരുടെ മുഖത്ത് പ്രത്യക്ഷമായി. എന്നിട്ട് കൈകൾ കൂപ്പിക്കൊണ്ട് രാമചന്ദ്രമൂർത്തിയോട് അവർ പറയാൻ തുടങ്ങി, പ്രിയപ്പെട്ട പ്രഭു, 13 വർഷമായിട്ട് ഞാൻ എൻ്റെ ആധ്യാത്മിക ഗുരുവിൽ നിന്നും വിരഹം അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ നിന്നും വിരഹം അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രനാളും കാത്തിരുന്നത്. അത് പാലിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രനാളും കാത്തിരുന്നത്. അത് പാലിക്കുന്നുമുണ്ട്. ഞാൻ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. പക്ഷെ എന്നാലും അദ്ദേഹത്തിനെ നേരിട്ട് സേവനം ചെയ്യുന്നതിൽ നിന്നും ഇത്ര നാളും ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? മാറി നിൽക്കുകയാണ്. അതെനിക്ക് വളരെയധികം ദുഃഖകരമായിരിക്കുകയാണ്. എൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും. രാമചന്ദ്രമൂർത്തി തൻ്റെ അഭയമുദ്ര കാണിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, അല്ലയോ പരിശുദ്ധയായ സ്ത്രീയെ, അങ്ങയുടെ ആഗ്രഹം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ശബരി അവർ രണ്ടുപേരും നോക്കി നിൽക്കെ തൻ്റെ യോഗിക ശക്തി കൊണ്ട് സ്വന്തം ശരീരത്തിൽ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് സ്വന്തം ആ ഭൗതിക ശരീരത്തെ അഗ്നിക്കിരയാക്കി. ശബരിയുടെ ശരീരം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകാശം ആ വനത്തിനെ ആകെ പ്രകാശമാനമാക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുകയും പിന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. രാമലക്ഷ്മണന്മാരെ നോക്കി നിൽക്കുമ്പോൾ ശബരി സ്വന്തം ഗുരുവിൻ്റെ അടുക്കിലേക്ക് യാത്രയായി. അപ്പോൾ ആ ആശ്രമ പരിസരം വന്നിട്ട് ശബരിയുടെ യാത്രയോടുകൂടി ശൂന്യമായി തീർന്നതുപോലെയാണ് തോന്നിയത്. അർത്ഥമില്ലാത്തതായി തീർന്നതുപോലെ. ആശ്രമം എന്ന് പറയുന്നത് അവിടെയുള്ള പുണ്യാത്മാക്കളുടെ നിലനിൽപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരവിടെ ഉള്ളത് കൊണ്ടാണ് അത്രയധികം പരിശുദ്ധമായിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് സ്ഥലങ്ങൾ രാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും കണ്ടിട്ടുണ്ട്. ഒരുപാട് 13 വർഷങ്ങൾ കൊണ്ട് സഞ്ചരിച്ച് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നാൽ രാമചന്ദ്രമൂർത്തി ലക്ഷ്മണനോട് പറയുകയാണ്, ഇവിടെ ജീവിച്ചിരുന്ന ആ ഒരു വ്യക്തി, ഒരു പുരുഷന്മാർ മാത്രം, ഋഷിമാരും മറ്റ് ആധ്യാത്മികമായിട്ട് പുരോഗതി നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് യൂഷ്വലി ആരാണ്? പുരുഷന്മാരാണ്. പക്ഷേ അവരൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല അസാധാരണമായിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുന്നത്. അവർ എന്താണ് ചെയ്യുന്നത്? സ്വന്തം ഗുരുവിൻ്റെ വാക്കുകളെ സേവിക്കാൻ വേണ്ടി, സ്വന്തം ഗുരുവിൻ്റെ വാക്കുകളെ അനുസരിക്കാൻ വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നവരാണ്. ഈശ്വരന്റെ ദർശനത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം സ്വന്തം ഗുരുവിൻ്റെ വാക്കുകളെ വിശ്വസിച്ച് കാത്തിരുന്നവരാണ്. സ്വന്തം ഗുരുവിനെ സേവിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നവരാണ്. വീണ്ടും ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവരും ഈശ്വരന്റെ ദർശനം എടുത്തു കഴിയുമ്പോൾ എന്താണ് ചോദിക്കുക? മോക്ഷമാണ് ചോദിക്കുക. പക്ഷെ ഇവർ സ്വന്തം ഗുരുവിൻ്റെ അടുത്ത് വീണ്ടും പോയി സേവനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശബരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
അവരുടെ ഗുരുഭക്തിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ശബരി എന്ന് പറയുന്നത്. അപ്പോൾ ആ സഹോദരന്മാർ രണ്ടുപേരും ആ ആശ്രമത്തിൽ നിന്നും മാറി. എന്നിട്ട് ശബരി കാണിച്ചു തന്ന ആ ഭൂപടത്തിനെ ആശ്രയിച്ച് അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. പമ്പാ സരോവരത്തിൻ്റെ തീരത്തുകൂടി അവർ അങ്ങനെ നടക്കുമ്പോഴാണ് ദൂരെ അവർ ഒരു കാഴ്ച കാണുന്നത്. അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച. യാചകവേഷം, അല്ലെങ്കിൽ ഒരു യാചകൻ. ഈ കൊടുങ്കാട്ടിനുള്ളിൽ ഒരു യാചകനെ കാണാൻ ഒരു സാധ്യതയുമില്ല. അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു വാനരനെയാണ്, പക്ഷെ അവർ കാണുന്നത് ഒരു യാചകനെയാണ്. ആരാണ് ആ യാചകൻ? ശബരി പറഞ്ഞ പാതയിലൂടെ പോകുമ്പോൾ അവർക്ക് ആ വാനരന്മാരെ കാണാൻ പറ്റുമോ? ആ അരണ്യകാണ്ഡത്തിൻ്റെ അവസാനത്തേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ശബരിയെ പോലെ വളരെ അസാധാരണയായിട്ടുള്ള വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ഗുരുഭക്തിയുടെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ഒരു സ്ത്രീയെയാണ് നാം പരിചയപ്പെട്ടത്. കിഷ്കിന്ധാകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് നമ്മൾ. ഈ പമ്പാ സരോവരത്തിൻ്റെ തീരത്ത് ആ ആരണ്യകാണ്ഡത്തോട് നമ്മൾ വിട പറയുകയാണ്. ഈ ആരണ്യകാണ്ഡം അവസാനിക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല കഥകൾ നമ്മൾ കേട്ടു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഗുരുവിനെയും ഭഗവാനെയും എങ്ങനെയാണ് സേവനം ചെയ്യേണ്ടത് എന്ന് ശബരിയുടെ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ രാമചന്ദ്രമൂർത്തിയുടെ ജീവിതത്തിൽ ഇനി എന്താണ് മുന്നോട്ട്? അതായത് കിഷ്കിന്ധാകാണ്ഡം എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാണ്ഡമാണ്. ഒരു പരിശുദ്ധ ഭക്തനായിട്ടുള്ള രാമചന്ദ്രമൂർത്തിയുടെ ഒരു പരിശുദ്ധ ഭക്തൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്ന ഒരു അവസരമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കിഷ്കിന്ധാകാണ്ഡത്തിലേക്ക് പ്രവേശിക്കാം. ആരണ്യകാണ്ഡം ഇവിടെ സമാപിക്കും. ഹരേ കൃഷ്ണ.